ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മളൊരു കിഡിലൻ ചോക്ലേറ്റ് പാഡൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. തീ പോലും കത്തിക്കാതെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാം. വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതിയാവും നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് അമൂല്യൻ്റെ 10 രൂപേൻ്റെ 5 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പാൽപ്പൊടി ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങളിത് മേടിക്കണം എന്നില്ല. പകരം നിങ്ങൾ ഒരു കപ്പ് അളവിൽ നിങ്ങൾ പാൽപ്പൊടി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഓരോ പാക്കും ഈ ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്ന അളവിനേക്കാളും കൂടുതൽ പേട നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ പാൽപ്പൊടിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത്രയും വേണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3 പാക്ക് പാൽപ്പൊടി വെച്ചിട്ടൊക്കെ നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പാൽപ്പൊടിയെല്ലാം ഞാൻ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് യൂസ് ചെയ്യാം. ഓയിൽ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ ബട്ടർ ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് അതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അങ്ങനെ കട്ടയോടെ ചേർക്കാതെ ഇതുപോലെ ലൂസായിട്ട് വേണം ചേർക്കാനായിട്ട്. ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ റെസിപ്പിക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്കിത് ചെയ്തെടുക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഇനി നമുക്കിതിലേക്ക് പാല് കുറച്ചായിട്ട് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഈ പാൽപ്പൊടി ഒന്നങ്ങ് കുതിർത്തിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് അളവിൽ പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് അളവ് പറയുന്നില്ല എന്ന് പറഞ്ഞത്. ഇപ്പോൾ പാൽപ്പൊടിയൊക്കെ ഏകദേശം പാലിൽ കിടന്നൊന്ന് മിക്സായി എന്ന് കണ്ടാൽ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ച പഞ്ചസാര ആയിരിക്കണം. നമ്മൾ തരി കൂടുതലുള്ള പഞ്ചസാരയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പേട കഴിക്കുമ്പം അതിങ്ങനെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കോക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കോക്കോ പൗഡർ ഡാർക്ക് ആണെന്നുണ്ടെങ്കിലും ഡാർക്ക് അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കോക്കോ പൗഡറും കൂടി ചേർത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ 1 ടീസ്പൂണ് അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്തിട്ട് കോക്കോ പൗഡർ ചേർത്തിട്ട് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്കായിട്ട് വേണം അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കുറച്ചും കൂടെ വേണം എന്ന് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് കോക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. പക്ഷേ കോക്കോ പൗഡറിൻ്റെ അളവ് കൂടരുത്. കൂടിപ്പോയാൽ ചിലപ്പോൾ നമ്മുടെ പേട കഴിച്ചു പോകും. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ കൂടി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു കളറിനായിട്ടും പിന്നെ ആ കോക്കോൻ്റെ ഫ്ലേവർ ഒന്നും കൂടിയും കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇനി കുഴച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ പാൽപ്പൊടിയും കോക്കോ പൗഡറും എല്ലാം മിക്സായിട്ട് അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പേടൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുട്ടി ബോൾസാക്കി എടുത്തിട്ട് ഞാൻ പേടൻ്റെ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാം. പിന്നെ ഡെക്കറേഷനായിട്ട് ഞാനൊരല്പം കോക്കോ പൗഡർ കൂടി ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പിസ്തയും കൂടിയും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത ചോക്ലേറ്റിൻ്റെ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയിൽ ഞാൻ കോക്കോ പൗഡർ ഇതുപോലെ ഡസ്റ്റ് ചെയ്ത് ഇട്ടപ്പം കുറച്ച് കമൻറ്റ് വന്നിരുന്നു, ഇങ്ങനെ ഇട്ടാൽ ബിറ്റർ ടേസ്റ്റ്, അതായത് കയ്പ്പ് വരില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ഓവറായിട്ട് ഇട്ട് കൊടുക്കാതിരുന്നാൽ മതി. ഇങ്ങനെ ഒരു ഇത്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് ഒട്ടും തന്നെ അറിയില്ല. പിന്നെ മാത്രമല്ല നല്ല സ്വീറ്റി ആയിട്ടുള്ള നമ്മുടെ ഈ പേടയിൽ ഒരല്പം കോക്കോ പൗഡറും കൂടി ഡസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ലുക്കും കൂടി ഉണ്ടായിരിക്കും. കയ്പ്പ് ഒട്ടും തന്നെ വരില്ല. ധൈര്യമായിട്ട് ചെയ്തോളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ റെസിപ്പി ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ കുറേ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഇൻസ്റ്റാഗ്രാം വഴിയോ മെയിൽ വഴിയോ എന്നെ അറിയിക്കാം. താങ്ക്